ആരാ? നമ്മുടെ ഹെന. വാട്ട്? ആദ്യ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റിരുന്നു. അതിന് നീ എന്തിനാ ഞെട്ടുന്നേ? ഏയ് ഒന്നുമില്ല, നീ പറ. അതെ, അവൾക്ക് അവനോട് മുടിഞ്ഞ പ്രേമമാണ്. ആദ്യം എന്നോട് പറഞ്ഞു അവളെ സഹായിക്കാൻ. ഞാനത് അവനോട് ചെന്ന് പറഞ്ഞപ്പോഴാണ് അവനൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അവളതൊക്കെ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലെന്നറിഞ്ഞതും വീണ്ടും അവൾ അവൻ്റെ പുറകെയായി. അവൻ പഠിക്കുന്ന കോളേജിൽ തന്നെ ചേർന്നതും അതിനായിരുന്നു. വീട്ടിൽ വാപ്പയ്ക്കും വല്യപ്പച്ചിക്കും അല്ലാതെ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇതറിയാം. കുറെ പിറകെ നടന്നിട്ടും അഭിയുടെ അടുത്ത് നിന്ന് ഒരു പരിഗണനയും കിട്ടാത്തത് കൊണ്ട് അവളിപ്പോൾ അവൻ്റെ വീട്ടുകാരുടെ ചാക്കിലാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇവിടെ വന്നാൽ ഓരോ സംശയം പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കാണാം. അവൻ അവളുടെ സീനിയറല്ലേ. അങ്ങനെ ഷബാന ആൻറ്റിയും ഹംദങ്ങളും ഒക്കെയായി നല്ല കൂട്ടാണ് അവള്. കെട്ടുന്നുണ്ടെങ്കിൽ അവനെ കെട്ടു എന്നും പറഞ്ഞ് നടക്കുക. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നീ എന്താ പെട്ടെന്ന് ഡെസ്പായേ? എന്താ ഒന്നും പറയാത്തത്? ഏയ് ഒന്നുമില്ല. നേരം ഒരുപാടായി, നമുക്ക് ഉറങ്ങണ്ടേ? ബാക്കി നാളെ സംസാരിക്കാം. സമയം ഇഴഞ്ഞു നീങ്ങി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആദിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഹാഷി നല്ല ഉറക്കം പിടിച്ചിരുന്നു. തന്നെ സ്നേഹിക്കുന്നവനെ തൻ്റെ അനിയത്തി സ്നേഹിക്കുന്നു. ഇതിപ്പോൾ ഞാനൊരു ചക്രവ്യൂഹത്തിനിടയിൽ പെട്ടല്ലോ. ഇതുവരെ എല്ലാം ശരിയാക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് വേണ്ടി അവനെ വിട്ടുകൊടുക്കാൻ കഴിയോ? തന്നെയല്ലാതെ മറ്റൊരാളെ അവന് സ്നേഹിക്കാൻ പറ്റില്ലെന്ന് ഇതിനോടകം താൻ മനസ്സിലാക്കിയതാണ്. അതുമാത്രമാണോ തൻ്റെ മനസ്സിൽ? ഹന അവനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തേ തനിക്കിഷ്ടമാവാത്തത്? എൻ്റെ സ്വന്തമായതെന്തോ അവൾ തട്ടിയെടുക്കാൻ നോക്കുന്ന പോലെയല്ലേ തോന്നിയത്? അവൻ എൻ്റേത് മാത്രമാണ് എന്നല്ലേ ഹൃദയം പറഞ്ഞത്? അതിനർത്ഥം സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവനെ എന്നാണോ? ആദി അസ്വസ്ഥതയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അഭി അടുത്ത് വരുമ്പോൾ തന്നിലുണ്ടാകുന്ന മാറ്റം സ്വയം അറിയാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ലോകം തന്നെ ഞാനാണെന്നറിഞ്ഞതിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നെങ്കിലും അതോടൊപ്പം പേരറിയാത്തൊരു സന്തോഷവും നിറഞ്ഞിരുന്നില്ലേ? എന്നെ ഞാനായിട്ട് തന്നെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ എന്തിന് ഞാൻ വിട്ടുകളയണം? അവനെപ്പോലെ മറ്റൊരാൾക്ക് തന്നെ സ്നേഹിക്കാനാവില്ല. ആദി റൂമിലൂടെ തലങ്ങും വിലങ്ങുമായി നടക്കുകയാണ്. ബുദ്ധിയും മനസ്സും തമ്മിൽ അഭിയെ ചൊല്ലി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനമെന്നോളം അവളുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. തൻ്റെ നേരെയുള്ള കണ്ണാടിക്ക് മുന്നിൽ കൈയൂന്നി അവൾ നിന്നു. ഫൈനലി യു ആർ ഇൻ ലവ് ആദി. അവൾ അവളുടെ പ്രതിബിംബത്തോട് പറയുമ്പോൾ മനസ്സ് മുഴുവൻ അഭിയായിരുന്നു. ആ സമയത്ത് ഉറങ്ങുന്ന അഭിയുടെ ചുണ്ടിലെ ഒരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അഭി ഹോസ്റ്റലിലേക്ക് പോയി. കുറച്ച് ദിവസത്തിനുള്ളിൽ ആദി ഓഫീസിലേക്കും പോയി തുടങ്ങി. കൂടെ അവളുടെ ഫ്രണ്ട്സും. വീട്ടിൽ തന്നെ താമസിക്കാൻ അവരോട് പറഞ്ഞെങ്കിലും അവരത് സ്നേഹപൂർവ്വം നിരസിച്ചു. അവർ 3 പേരും കൂടി ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറി. തറവാട്ടിൽ കല്യാണ തിരക്കുകൾ കൂടി വന്നു. ഹാഷിയുടെ പണി ഏറ്റത് കാരണം ഉമ്മുമ്മ കുറച്ച് ദിവസം വയ്യാതെയായി. അതോടെ ഇനി കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതിയെന്ന് പറഞ്ഞു ഷാ അവരെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി. ക്യാമ്പസിലെ ഒരു മരത്തണലിൽ ഇരിക്കുകയാണ് ഇമ്രാനും വിനോദും. അടുത്തു തന്നെ ഒരു ബുക്കും വായിച്ചിരിക്കുന്ന അഭിയെ തന്നെ നോക്കിയിരിക്കുകയാണ് അവർ. എന്താ ഒരു ശാന്തത! ഒരു പാവം ചെക്കൻ. ഡാ വിനു, നമ്മൾ ഇവനെ തന്നെയല്ലേ അന്ന് രൗദ്രഭാവത്തിൽ കണ്ടത്? എനിക്കൊരു സംശയം, ഇമ്രാൻ ചോദിച്ചു. എന്തൊക്കെയായിരുന്നു? ഒരു പ്രശ്നത്തിനും പോവാത്ത നല്ല കുട്ടി. വായിൽ വിരലിട്ടാൽ പോലും കടിക്കില്ല. അവനൊരു പെൺകുട്ടിയെ നിശ്ചയത്തിന് തലേ ദിവസം പൊക്കിക്കൊണ്ടു പോയെന്ന്. അത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? വിനു പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഈ പറയുന്നവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അഭി പറഞ്ഞു. ഓ, പറയുന്നത് കേട്ടാൽ ഞങ്ങളില്ലെങ്കിൽ നീ അത് ചെയ്യില്ലെന്ന് തോന്നുമല്ലോ, ഇമ്രാൻ പറഞ്ഞു. അല്ലെങ്കിലും ഈ കാര്യം ഇവിടാരും അറിയാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. ഇപ്പോഴേ ഇവന് ഫാൻസ് കൂടുതലാ. ഈ കലിപ്പും കൂടെ അറിഞ്ഞാൽ നമ്മളെ ഒരുത്തിയും പോലും തിരിഞ്ഞു നോക്കില്ല. ഇപ്പോൾ അതൊരു ട്രെൻഡാണെന്നേ, വിനു പറഞ്ഞു. കലിപ്പനായതല്ല വിനു, എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയത് അവളാണ്. അവളെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെ തീർന്നില്ലല്ലോ അഭി. വിവാഹപ്രായമായ പെൺകുട്ടിയാണ് അവൾ. നീ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാത്തിടത്തോളം കാലം തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പറയാനൊരുങ്ങുന്നതാണ് നല്ലത്. പക്ഷേ അന്നുണ്ടായതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. ഇനി എന്തായാലും ഇപ്രാവശ്യം ചെല്ലുമ്പോൾ ഉറപ്പായും പറയും. അപ്പോഴാണ് ഹന അങ്ങോട്ട് വരുന്നത് ഇമ്രാൻ കണ്ടത്. നീ ആദ്യം ആ വരുന്ന കുരിശിനെ ഒഴിവാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അനിയത്തി സ്നേഹിക്കുന്നവനെ തനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് നിന്റെ പെണ്ണ് പറഞ്ഞാലോ? അപ്പോഴേക്കും ഹന അവരുടെ അടുത്തെത്തിയിരുന്നു. ഹായ് അബി. എൻ്റെ പൊന്നു പെങ്ങളെ, നീ ഇങ്ങനെ അവൻ്റെ പിറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തുകൊണ്ട് കാര്യമില്ല? ഇഷ്ടമുള്ള ആളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം, അഭി പറഞ്ഞു. എന്നിട്ടെവിടെ? ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ ഇതുവരെ അങ്ങനെയൊരാളെ കണ്ടിട്ടില്ലല്ലോ. എന്നെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. നീ കാണുന്നില്ല എന്ന് കരുതി അങ്ങനെയൊരാൾ ഇല്ല എന്നല്ല. അവളെ
അവളെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ ഹന. എൻ്റെ പിറകെ നടന്ന് വെറുതെ നിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അബി അവളോട് വളരെ സൗമ്യമായി തന്നെ പറഞ്ഞു. ശരി, നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം വിടാം. പക്ഷേ അതിന് നീ അവളോട് നിൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് അവൾ നിന്നെ സ്വീകരിക്കണം. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രണയം പിന്നീട് ഒരിക്കലും നിനക്കൊരു ശല്യമാവില്ല. പക്ഷേ അവൾ നിന്നെ സ്വീകരിച്ചില്ല എങ്കിൽ പിന്നെ എന്നെ നീ ഒരിക്കലും തടയരുത്. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് മുൻപേ തന്നതാണ് ഹന. നിനക്കെന്നോട് പ്രണയം തോന്നുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അവളെ എൻ്റേതായി കണ്ടു തുടങ്ങിയതാണ്. അതുകൊണ്ട് നീ എന്നെ മറക്കാൻ ശ്രമിക്കണം. പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്നും തിരികെ പോയി. തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ അവൻ്റെ പെണ്ണ് ആരാണെന്നായിരുന്നു. വളരെ മുൻപ് തന്നെ അവളെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൾ ഈ കോളേജിലുള്ള ആളല്ല, പിന്നെ ആരാണ്? ഇപ്രാവശ്യം വീട്ടിൽ ചെല്ലുമ്പോൾ ഹാഷിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം. എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി അവൾ ക്ലാസ്സിലേക്ക് പോയി. എന്താടാ ഇവിടെ? എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? വാ പറയാം. ആദി അകത്തേക്ക് കയറിയതും കണ്ടത് സോഫയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സൂസനെയും മനുവിനെയാണ്. ഇതെന്ത് പറ്റിയതാ? ആകെ ശോകമാണല്ലോ. സൂസൻ്റെ അപ്പം വിളിച്ചിരുന്നു. ഒരു ആലോചന വന്നിട്ടുണ്ട്. അപ്പം മുതലേ ഇവൾ ഇങ്ങനെയാണ്. മനു എന്താ പറയുന്നത്? ഡാ, ഇപ്പോൾ ഒരു ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. ഒന്ന് സ്റ്റേബിൾ ആയിട്ട് അവളെ പോയി ചോദിക്കാമെന്ന് കരുതിയതാണ്. പോയി ചോദിച്ചു എന്ന് കരുതി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എൻ്റെ കൊച്ചപ്പൻ ആയതുകൊണ്ട് പറയല്ല. ആൾക്ക് ജാതിയും മതവും ഒക്കെ വലിയ കാര്യമാണ്. ആളെ സമ്മതിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ വൈകേണ്ട. എന്തായാലും അവളുടെ വീട്ടിൽ പോയി ചോദിക്കാം. എന്താ പറയുന്നത് എന്ന് നോക്കാമല്ലോ. മനുവിൻ്റെ വീട്ടിൽ പിന്നെ എല്ലാം അറിയുന്നത് കൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. എന്തിനും ഞങ്ങളും കൂടെ ഉണ്ടാകും. പിറ്റേ ദിവസം തന്നെ മനു അവൻ്റെ വീട്ടുകാരുമായി പോയി സൂസനെ പെണ്ണു ചോദിച്ചു. കരുതിയ പോലെ തന്നെ അവളുടെ അപ്പൻ സമ്മതിച്ചില്ല. പക്ഷേ വീട്ടിൽ വന്നവരോട് വളരെ മാന്യമായി തന്നെ പെരുമാറി. അതോടെ മനുവിൻ്റെ അച്ഛൻ ഫ്ലാറ്റായി. എന്തൊക്കെ ചെയ്താലും മരുമകളായിട്ട് അവൾ തന്നെ മതിയെന്ന് മനുവിനോട് പറഞ്ഞാണ് അവിടെ നിന്ന് പോന്നത്. എക്സാം കഴിഞ്ഞതും അബി തിരികെ വന്നു. ലീവായതുകൊണ്ട് വൈകാതെ ഹനയും വീട്ടിലെത്തി. പിറ്റേ ദിവസം തന്നെ അവൾ ചിറക്കിലേക്ക് വന്നു. രാത്രി ആദ്യ ഓഫീസിൽ നിന്ന് വന്നതും ഹന ഓടി വന്നു അവളെ പുണർന്നു. അവളുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് ആദിയുടെ മനസ്സ് നേറി. പിന്നീട് എല്ലാവരും കൂടി ഹാളിലിരുന്ന് വിവാഹത്തിന് ഡ്രസ്സ് എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അബിയും ഹാഷിയും കൂടെ വന്നത്. അബിയെ കണ്ടതും ഹനയുടെ കണ്ണുകൾ തിളങ്ങി. അവനെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് അവളത് ശ്രദ്ധിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ ഇടതടവില്ലാതെ പോകുന്നത് ഇത്തയിലേക്കാണെന്ന്. അവൻ്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴുള്ള അവൻ്റെ കണ്ണിലെ തിളക്കവും മുഖത്തെ സന്തോഷവും എല്ലാം ഇത്തയെ നോക്കുമ്പോൾ അവനിൽ കാണുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ ഇത്തയെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി. ഇനി ഇത്ത ആയിരിക്കുമോ അവൻ്റെ പ്രണയം? ഹന അവിടെ നിന്നും അവളുടെ റൂമിലേക്ക് പോയി. വേഗം തന്നെ അവളുടെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ആദ്യം അവൾ പോയ വഴിയെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു നെടുവീർപ്പോടെ അവൾ തിരിഞ്ഞതും തന്നെ നോക്കിയിരിക്കുന്ന അബിയെയാണ് കണ്ടത്. അവൾ നോക്കുന്നു എന്ന് കണ്ടതും അബി പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ ഊന്നി. അത് കണ്ട് ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഊറി. റൂമിലേക്ക് ചെന്നതും അവിടെ കട്ടിലിൽ കിടക്കുന്ന ഹനയെയാണ് കണ്ടത്. അവളുടെ അരികിൽ പോയി മുടിയിൽ ഒന്ന് തലോടി. വേദനിപ്പിക്കേണ്ടി വരുമല്ലോ ഞാൻ നിന്നെ ഹന. ഞാൻ അബിയുടെ സ്നേഹം നിരസിച്ചാൽ പോലും അവൻ നിന്നെ സ്നേഹിക്കില്ല. എല്ലാം അറിയുമ്പോൾ അവനെ മറക്കാൻ നിനക്ക് സാധിക്കട്ടെ. മനസ്സിൽ അത്രയും കരുതി ആദി വാഷ്റൂം പോവാൻ എഴുന്നേറ്റതും കാലിൽ എന്തോ കുത്തിക്കയറുന്നത് പോലെ അവൾക്ക് തോന്നി. വേദന കൊണ്ട് മുട്ടിലിരുന്ന് പോയി അവൾ. നോക്കിയപ്പോൾ കണ്ടത് ഒരു ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നതാണ്. അതിൻ്റെ ഒരു കഷ്ണം ഇടതു കാലിൽ കുത്തിക്കയറിയതാണ്. ചോര പോകുന്നത് കണ്ട് അവളുടെ തൻ്റെ സ്കാർഫ് എടുത്ത് മുറിവ് കെട്ടി. താഴേക്ക് പോയാൽ എല്ലാവരും അറിയും. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവൾ ഹാഷിയുടെ റൂമിലേക്ക് ചെന്നു. വേച്ച് അവൻ്റെ റൂമിലേക്ക് എത്തിയതും അവനെ അവിടെ ഒന്നും കണ്ടില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് തപ്പിയെടുത്തു. അപ്പോഴാണ് ബാത്റൂം ഡോർ തുറക്കുന്നത് കേട്ടത്. ആ ഹാഷി, നീ ഈ മരുന്നൊന്ന് എൻ്റെ കാലിൽ. ഹാഷിയോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ വാക്കുകൾ നിന്നുപോയി. ഒരു ബാത്ത് ടവൽ മാത്രം ഉടുത്ത് തല തുവർത്തിക്കൊണ്ട് വരുന്ന അബി. ഉഫ്! അവനെ കണ്ട മാത്രയിൽ അറിയാതെ ആദിയുടെ വായിൽ നിന്ന് വന്നത് അതായിരുന്നു. നനഞ്ഞു കുതിർന്ന അവൻ്റെ ഉറച്ച ശരീരത്തിലൂടെ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. കഴുത്തിൽ നിന്നും വെള്ളത്തുള്ളികൾ അവൻ്റെ പേശികളിലൂടെ തഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള സോപ്പിൻ്റെയും ഷാമ്പുവിൻ്റെയും മണം ആ മുറി മുഴുവൻ നിറഞ്ഞു. കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്ന ആദി പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത് തിരിഞ്ഞു നിന്നു. ആ! തിരിഞ്ഞതും അവളുടെ കാൽ നിലത്തമർന്ന് അവൾക്ക് നന്നായി വേദനിച്ചു. ആ ശബ്ദം കേട്ടാണ് അതുവരെ തല തൂർത്തുകയായിരുന്ന അബി അവളെ കണ്ടത്. എന്താ ആദി? ടേബിളിൽ കയ്യൂന്നി വേദന കടിച്ചമർത്തുന്നവളെ കണ്ടവൻ വെപ്രാളത്തോടെ അരികിലേക്ക് വന്നു. കാലിലെ കെട്ട് കണ്ടവൻ എന്തു പറ്റിയെന്ന അർത്ഥത്തിൽ അവളെ മുഖമുയർത്തി നോക്കി. റൂമിൽ ഒരു ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു.
അറിയാതെ അതിൽ ചവിട്ടി. അബി അവളെ പിടിച്ച് ബെഡിലിരുത്തി. പതിയെ അവളുടെ കാലിൽ പിടിക്കാനൊരുങ്ങിയതും "അബി, നീ ആദ്യം ഒരു ഷർട്ട് എടുത്തിട്ടേ പ്ലീസ്." അപ്പോഴാണ് അവൻ്റെ വേഷത്തെക്കുറിച്ച് ബോധം വന്നത്. അവൻ വേഗം കബോർഡ് തുറന്ന് ഹാഷിയുടെ ഒരു ടീഷർട്ട് എടുത്തിട്ടു. ആദി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അബി അവളുടെ അടുത്തേക്ക് ചെന്നു കട്ടിലിരുന്നു. അവളുടെ കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചു. "വേണ്ട, ഞാൻ ചെയ്തോളാം. ഐ ആം എ മെഡിക്കൽ സ്റ്റുഡൻറ് ആദി. ലെറ്റ് മീ ഡു ദിസ്." തന്നോടുള്ള ആകുലതകൾ നിറഞ്ഞ അവൻ്റെ മുഖം കണ്ട് പിന്നെ അവളൊന്നും പറഞ്ഞില്ല. "ഹാഷി എവിടെ?" "വല്യപ്പച്ചിയെ തറവാട്ടിലേക്ക് വിടാൻ പോയി." അവളുടെ കാലിലെ സ്കാർഫ് അഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവസാനത്തെ ചുറ്റും അഴിച്ചതും വേദന കൊണ്ട് അവൾ കാല് പുറകോട്ട് വലിച്ചു. പക്ഷേ അവളെ അതിന് സമ്മതിക്കാതെ അവൻ കാല് പിടിച്ചു വെച്ചു. "നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ. ശ്രദ്ധിക്കണ്ടേ ആദി? നിന്റെ കണ്ടീഷൻ നിനക്ക് അറിയാവുന്നതല്ലേ? മുറിവ് വേഗം ഉണങ്ങിയില്ലല്ലോ നിനക്ക്. വാ, ഉപ്പയെ കാണാം നമുക്ക്." വെപ്രാളത്തിൽ എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ച് ബെഡിൽ തന്നെ ഇരുത്തി. "എല്ലാവരും ഉറങ്ങുന്ന സമയമായി. ഇപ്പോൾ പോയി ആരെയും ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം ഈ മുറിവൊന്ന് ഡ്രസ് ചെയ്യാം. വേണമെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് പോകാം." അത് സമ്മതിച്ചുകൊണ്ട് അബി അവളുടെ മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ മുഖം കാണുമ്പോൾ തന്നേക്കാൾ വേദന അവനാണ് അനുഭവിക്കുന്നത് എന്ന് തോന്നി ആദിക്ക്. വേദന കൊണ്ട് ഇടയ്ക്ക് അവളുടെ മുഖം ചുളിയുമ്പോൾ അവൻ അവളുടെ കാലിലേക്ക് മുഖം അടുപ്പിച്ച് പതിയെ ഊതി. ഉള്ളംകാലിൽ നിന്നും ഒരു തരിപ്പ് അവളുടെ മേലാകെ പടർന്നു. അവൻ്റെ ശ്വാസത്തിൽ താൻ ഉരുകി ഒലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അതേസമയം അവളിലെ വേദനയല്ലാതെ മറ്റൊന്നും അബിയുടെ ചിന്തയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. "തീർന്നു." അതും പറഞ്ഞ് അബി അവളുടെ കാൽ പതിയെ താഴെ ഇറക്കി വെച്ചു. അബിയുടെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. ഇത്രയും നേരം അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് അവളിൽ വല്ലാത്ത ജാള്യത ഉയർത്തി. അത് മറക്കാനെന്നോണം വേഗത്തിൽ എഴുന്നേറ്റതും കാലിടറിയ അവളെ അവൻ ഇടുപ്പിലൂടെ കൈയിട്ട് വിടാതെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു നിന്നു. അവൻ്റെ കഴുത്തിനും തോളിനുമിടയിലെ ടീഷർട്ട് നീങ്ങിയ ഭാഗത്ത് അവളുടെ നഖം അമർന്നു. അബിയുടെ ഹൃദയമിടിപ്പ് ഉയരാൻ തുടങ്ങി. കുറച്ചു സമയം തന്നിൽ ഇല്ലാതിരുന്ന ചിന്തകളെല്ലാം 10 മടങ്ങ് ശക്തിയിൽ തിരികെ വരുന്നത് അവൻ അറിഞ്ഞു. അതിൻ്റെ ഫലമായി അവൻ്റെ കയ്യിൽ അവൾ മുറുകാൻ ഒരുങ്ങി. തൻ്റെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന അബിയുടെ ഹൃദയമിടിപ്പ് താളം തെറ്റുന്നത് ആദിയും മനസ്സിലാക്കി. ഇനിയും നിന്നാൽ ഇത്രയും കാലം അടക്കിപ്പിടിച്ച അവൻ്റെ മനസ്സിലെ പ്രണയം മറനീക്കി പുറത്തു വരുമെന്ന് തോന്നിയതും അവൾ അവനിൽ നിന്നും അകന്നു മാറി. അപ്പോഴാണ് താൻ എന്താണ് ചെയ്യാനൊരുങ്ങിയത് എന്ന് അബിക്ക് ബോധം വന്നത്. ഒരു നിമിഷം വൈകിയിരുന്നു എങ്കിൽ ആദി എന്നെക്കുറിച്ച് എന്താവും ചിന്തിക്കുക? തൻ്റെ മനസ്സ് തുറക്കാതെ. അതോർത്തതും അവൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി. "ഞാൻ റൂമിലേക്ക് പോവാ. ഇനി എന്തായാലും ഹാഷിയോട് പറയണ്ട. പറഞ്ഞാൽ അവൻ റൂമിലേക്ക് വന്ന് എൻ്റെ ഉറക്കം കൂടി കളയും." അവൾ പതിയെ റൂമിലേക്ക് നടന്നു. ഡ്രസ് ചെയ്തതെങ്കിലും അവൾക്ക് കാലിൽ നല്ല വേദനയുണ്ടായിരുന്നു. കാലിന് അധികം ഊന്നൽ കൊടുക്കാതെയാണ് അവൾ നടന്നത്. പെട്ടെന്ന് അവൾക്ക് താൻ വായുവിൽ ഉയരുന്നത് പോലെ തോന്നി. ഞെട്ടിപ്പിടഞ്ഞ് അവൾ നോക്കിയത് അബിയുടെ മുഖത്തേക്കായിരുന്നു. അവളെ തൻ്റെ ഇരു കൈകളാൽ കോരിയെടുത്ത് നിൽക്കുകയായിരുന്നു അവൻ. "ഏയ് അബി, എന്താ ചെയ്യുന്നത്? താഴെ ഇറക്ക്. ഞാൻ നടന്നോളാം." "വേണ്ട, നീ നടന്നാൽ വീണ്ടും ബ്ലഡ് വരും. ആ കെട്ടിയതൊക്കെ വെറുതെയാവും. ഞാൻ റൂമിലേക്ക് ആക്കിത്തരാം." അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് നടന്നു. ആദ്യം അവളുടെ 2 കൈയും കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. മനസ്സിൽ പൊങ്ങി വരുന്ന ചിന്തകളെ അടക്കി നിർത്താനായി അവർ പരസ്പരം നോക്കിയതേയില്ല. റൂമിലെത്തിയപ്പോൾ കട്ടിലിൻ്റെ ഒരു ഓരത്ത് ഹന കിടക്കുന്നത് കണ്ടു. അബി ആദിയെ മറുഭാഗത്ത് കൊണ്ട് കിടത്തി. അവളെ പുതപ്പിച്ചു. അവൻ ചെയ്യുന്നതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ആദി. അവളെ ഒന്ന് നോക്കി തിരികെ പോവാനൊരുങ്ങി. അവനെ അവൾ കയ്യിൽ പിടിച്ചു നിർത്തി. "താങ്ക്സ്. എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചോ." അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് ചിരിച്ചുകൊണ്ട് അവളും കണ്ണടച്ചു. അവളുടെ ഒരു താങ്ക്സ് കൊണ്ടുപോയി വല്ലവനും കൊടുക്കടി. ദേഷ്യം കൊണ്ട് പിറുപിറുത്തുകൊണ്ട് റൂമിൽ തലങ്ങും വിലങ്ങുമായി നടക്കുകയാണ് അബി. അവൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം തൻ്റെ അധികാരമാണെന്ന് വിശ്വസിക്കുന്ന അവന് അവൾ നന്ദി പറഞ്ഞത് ഇഷ്ടമായില്ല. തോളിൽ ഒരു നീറ്റൽ പോലെ തോന്നിയതും അവൻ അവിടെ തൊട്ടു നോക്കി. കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അവിടെ ആദിയുടെ നഖം കൊണ്ട് മുറിവായിരിക്കുന്നത് എന്ന് കണ്ടത്. അല്പം മുൻപ് നടന്നതെല്ലാം അവൻ്റെ മുന്നിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നത് ഓർത്തപ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ കോരിത്തെരിച്ചു. ഒരു നിമിഷം കൂടി അകന്നു നിൽക്കാൻ അവൾ വൈകിയിരുന്നുവെങ്കിൽ എൻ്റെ റബ്ബേ, സത്യമായിട്ടും ഞാൻ അവളെ പിടിച്ച് ഉമ്മ വെച്ചേനെ. അവൻ്റെ കണ്ണുകൾ ടീഷർട്ടിലേക്ക് പോയതും അവനത് ഊരിയെടുത്തു. അതിൽ അവളുടെ ഗന്ധമുണ്ടെന്ന് തോന്നി അവന്. അത് മുഖത്തോടടുപ്പിച്ച് ശ്വാസം ആഞ്ഞെടുത്ത് അവളുടെ ഗന്ധം അവനിലേക്ക് ആവാഹിച്ചു. ഇതേ സമയം ആദി ഉറങ്ങിയെന്ന് തോന്നിയതും ഹന കണ്ണുകൾ തുറന്നു. കുറച്ചു മുൻപ് ഉണ്ടായതെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. മനസ്സിലെ സംശയം മാറ്റാൻ വേണ്ടിയാണ് തൻ്റെ ബെസ്റ്റിയായ സിനുവിനെ വിളിച്ചത്. എല്ലാം കേട്ടപ്പോൾ അവനും അതേ അഭിപ്രായമായിരുന്നു. എല്ലാം വെച്ച് നോക്കുമ്പോൾ അബി പ്രണയിക്കുന്നത് ഇത്തയെ ആവാനാണ് സാധ്യത എന്ന്. അത് കേട്ടതും വെള്ളം കുടിക്കാനെടുത്ത ഗ്ലാസ് താനാണ് എറിഞ്ഞുടച്ചത്. ഇത്തയ്ക്ക് അബിയോട് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞാണ് സിനു തന്നെ സമാധാനിപ്പിച്ചത്. ഇത്ത വരുന്നത് കണ്ടതും ഒരു സംസാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉറങ്ങിയ പോലെ കിടന്നത്. ഇത്ത വരുന്നതും തന്നെ തലോടുന്നതും എല്ലാം അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്ത അവിടുന്ന് പോകുന്നത് പോലെ തോന്നി.
കുറേ സമയമായിട്ടും കാണാതെയായപ്പോഴാണ് പോയി നോക്കാനായി എഴുന്നേറ്റത്. നിലത്തെ ചോരത്തുള്ളികൾ കണ്ടപ്പോൾ താൻ കാരണം ഇത്തയ്ക്ക് മുറിവ് പറ്റിയെന്ന് മനസ്സിലായി. ഹാഷിയുടെ റൂമിലുണ്ടാകും എന്ന ഉറപ്പോടെയാണ് അങ്ങോട്ട് പോയത്. അവിടെ കണ്ടത് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇത്തയുടെ കാലിൽ മുറിവ് ഡ്രസ് ചെയ്യുന്ന അഭിയെയാണ്. വളരെ ശ്രദ്ധയോടെയാണ് അവനത് ചെയ്യുന്നത്. അവൻ്റെ മുഖത്ത് ആ സമയത്ത് പ്രണയം കാണാതിരുന്നപ്പോൾ ആശ്വാസമായി. ഇതുവരെയുള്ളതെല്ലാം തൻ്റെ വെറും തോന്നലാണെന്ന് കരുതി. പക്ഷേ തൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇത്ത വീഴാൻ പോയത്. അവളെ ചേർത്ത് പിടിച്ചതു മുതൽ അവൻ്റെ ഭാവം മാറാൻ തുടങ്ങി. അതുവരെ കാണാത്ത അവൻ്റെ പ്രണയം കണ്ണുകളിൽ തിളങ്ങാൻ തുടങ്ങി. അവളുടെ മുഖത്ത് മുഴുവൻ ഓടി നടക്കുന്ന അവൻ്റെ കണ്ണുകളെ കണ്ടപ്പോൾ ഒരു വേള അവൻ അവളെ ചുംബിക്കുമോ എന്ന് പോലും തോന്നിപ്പോയി. എന്നാൽ അപ്പോഴേക്കും ഇത്ത അകന്നു മാറിയിരുന്നു. ഇത്തയുടെ സംസാരത്തിൽ നിന്നും അവനോട് പ്രത്യേക ഇഷ്ടമുള്ളതായി തോന്നിയില്ല. സാധാരണ പോലെ തന്നെയാണ് സംസാരിച്ചത്. അവൾ റൂമിലേക്ക് വരുമ്പോഴാണ് താൻ വേഗം മുറിയിൽ കിടന്നത്. റൂമിലെ മിററിലൂടെ ഇത്തയെ എടുത്തുകൊണ്ടുവരുന്ന അവനെ കണ്ട് എങ്ങനെയാ ദേഷ്യം അടക്കിപ്പിടിച്ചത് എന്ന് തനിക്കേ അറിയൂ. ഇനി എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. നാളെ നിന്റെ പ്രണയത്തിൻ്റെ അവസാന ദിവസമാണ് അഭി. ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത വിധം അവളെ നിനക്ക് നഷ്ടമാകും. എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും. എന്നേക്കുമായി, എൻ്റേത് മാത്രമായി.